സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസുകൾ ആ ഇതിലേക്ക് പോവാം നമുക്ക്. ഞാൻ എന്തായാലും തേർഡും ഫോർത്തും മൊഡ്യൂൾ നമുക്ക് അടുത്ത സീരീസ് എക്സാമിനല്ലേ ഉണ്ടാവും. അതിനു മുന്നേ എങ്ങനെയായാലും ഒരു സ്പെഷ്യൽ വെക്കും, കാരണം കുറച്ച് ന്യൂമറിക്കൽസ് നോക്കാനുണ്ട്. ആ സമയത്ത് നമുക്ക് ആ പ്ലാനറ്ററിന്റെ ന്യൂമറിക്കൽ നോക്കാം. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ നിങ്ങളെ ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫോർത്ത് മൊഡ്യൂൾ എഗെയിൻ 2 സെക്ഷനാണ്. അതിൽ ഫസ്റ്റ് സെക്ഷൻ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ്, സെക്കൻഡ് സെക്ഷൻ ഗൈറോസ്കോപ്പ്. ഈ 2 സെക്ഷൻസ് ആ ഫോർത്ത് മൊഡ്യൂളിലുള്ള. അതിൽ നമുക്ക് ഇതിലായിട്ട് സ്റ്റാർട്ട് വിത്ത് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ്. ബേസിക്കലി സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്താണ് എന്ന് മനസ്സിലാക്കണം. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാവ് യു ഹേർഡ് ഓഫ് ഇറ്റ്? എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കേട്ടോ? ഇനി ഒന്നും പോട്ടെ, ഇക്വിലിബ്രിയം തൽക്കാലം ജസ്റ്റ് കീപ് ഇറ്റ് aside. The section is static force analysis. So the term force for the first time is appearing in our analysis. നമ്മളുടെ മൊത്തത്തിലുള്ള കൈനമാറ്റിക് അനാലിസിസിൽ the term force is occurring for the first time. എന്താണ് ബേസിക്കലി ഇത് സംഭവം? See, when you consider components or machine parts or machine elements in acceleration, definitely inertia forces will be produced. ഒരു ബോഡി ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും ഇനേർഷ്യ ഫോഴ്സസ് ഉണ്ടാവും. കാരണം അതാണ് നമ്മളുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോ. ബിക്കോസ് എവറി ബോഡി ഹാസ് മാസ്. സോ ഡെഫിനറ്റ്ലി a mass when it accelerates generates inertia force. അതാണ് ഈ എം എന്ന് പറഞ്ഞാൽ inertia force ആണ്. However, see, if the magnitude of these forces are very very small compared to the externally applied load, അതായത് ഒരു മെഷീൻ കോമ്പണന്റിൽ പുറത്തുനിന്ന് വരുന്ന എക്സ്റ്റേണൽ ഫോഴ്സസ്, external loads, when these loads are very huge or humongous compared to the small inertia forces which are developed in that, these inertia forces can be neglected for a time being while analyzing the mechanism. Such analysis is known as static force analysis. അതായത് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. സോ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസിൽ ഫോഴ്സ് എന്ന ടേം ഉണ്ടെങ്കിലും നമ്മൾ ഈ ഭാഗത്തേക്ക് പോകുന്നേയില്ല. ഞാനിപ്പോ പറഞ്ഞ മനസ്സിലായിനോ? എക്സാമ്പിൾ ആവശ്യമൊക്കെ ഇപ്പം ഈ സാധനങ്ങൾ ലിഫ്റ്റ് ചെയ്യുന്ന ക്രെയിനൊക്കെ ഇല്ല. ഈ ക്രെയിനിലൊക്കെ ഈ അവിടെ ഉണ്ടാകുന്ന വെയിറ്റിന്റെ ലോഡുകൾ, അതായത് അത് പൊന്തിക്കുന്ന വെയിറ്റിന്റെ ലോഡുകൾ, ഇതൊക്കെ ഇറ്റ് വിൽ ബി വെരി വെരി ഹൈ റിലേറ്റീവ് ടു എനി ഡൈനാമിക് ലോഡ്സ് പ്രസന്റ്. അതായത് ഡൈനാമിക് ലോഡ്സ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ലോഡ്സ് എന്ന് പറഞ്ഞാൽ ടൈം ഡിപ്പെൻഡന്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ലോഡ്. അങ്ങനെ ഡൈനാമിക് ബിഹേവിയർ കാണിക്കുന്ന ലോഡ്സിനെക്കാട്ടിയും കൂടുതൽ എപ്പോഴും സ്റ്റാറ്റിക് ആയിട്ടുള്ള ലോഡുകളായിരിക്കും ഒരു ലിഫ്റ്റിംഗ് ക്രെയിനിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ഇപ്പം ലിഫ്റ്റിംഗ് ക്രെയിനോട് നമ്മൾ ലിഫ്റ്റ് ആലോചിച്ച് നോക്ക്. ഈ ലിഫ്റ്റിൽ നമ്മൾ കയറി നമ്മൾ മേലോട്ടാ പോകുന്നത് അല്ലെങ്കിൽ താഴോട്ടാ വരുന്നതെങ്കിൽ ലിഫ്റ്റിൽ ആക്ട് ചെയ്യുന്ന ലോഡുകൾ എപ്പോഴും മോർ, അതായത് ആക്ച്വൽ കേസ് അല്ല, 100% റിയൽ സിനാരിയോ അല്ല. കാരണം ഇൻ റിയൽ സിനാരിയോ ഓൾവേസ് എല്ലാ ലോഡും ഉണ്ടാവും, സ്റ്റാറ്റിക് പ്ലസ് ഡൈനാമിക് ലോഡ്സ് ഉണ്ടാവും. ബട്ട് ഫോർ ദ പേർപ്പസ് ഓഫ് സ്റ്റഡി തൽക്കാലത്തേക്ക്
ജസ്റ്റ് ലിഫ്റ്റ് ആലോചിച്ചൊക്കെ അവിടെ ഏറ്റവും കൂടുതലുള്ള ലോഡ് എന്താ? സ്റ്റാറ്റിക് ലോഡാണ്. നമ്മളെ ഡെഡ് ലോഡ് ആയിരിക്കും അവിടെ. നമ്മൾ കുറച്ച് ആൾക്കാർ അതിൽ കയറി നിന്നാൽ അത് നമ്മൾ മേലെ എത്തുന്നവരെയോ മേലെ താഴെ പോകുന്നവരെയോ ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മൾ അതിൽ തന്നെ നിൽക്കുന്നുണ്ട് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ ലിഫ്റ്റിന്റെ ഒക്കെ കേസിൽ ആ ലിഫ്റ്റിന്റെ ഉള്ളിൽ ഒരുപാട് മൂവിങ് പാർട്സ് ഉണ്ടെങ്കിലും ആ മൂവിങ് പാർട്സിന്റെ മോഷനെ കാട്ടിയും അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ഡൈനാമിക് ഫോഴ്സസിനെ കാട്ടിയും ഏറ്റവും കൂടുതൽ റിലേറ്റീവ് ടു ദം the static loads being applied on the lift are more. So in such conditions, such elements or components in analysis, we only consider static force analysis. We neglect the inertia forces developed during that time. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്കൊരു കോമ്പണന്റിന്റെ ഫോഴ്സ് അനാലിസിസ് നടത്താൻ പറ്റുന്നത് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസിലൂടെയാണ്. കാരണം അവിടെ നമ്മൾ ഇനേഴ്ഷ്യ അല്ലെങ്കിൽ ഒരു മാസ് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇനേഴ്ഷ്യ ഫോഴ്സസ് നെഗ്ലക്ട് ചെയ്യും. വി അസ്യൂം ദോസ് ഇനേഴ്ഷ്യ ഫോഴ്സസ് ടു ബി വെരി വെരി സ്മോൾ. വളരെ ചെറുതാണ് അസ്യൂം ചെയ്തിട്ട് നമ്മളതിന് ഒഴിവാക്കി കളയും. ഒരു സെക്കൻഡേ. ഓക്കെ, ഇനി ഈ ഫോഴ്സസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട വേറെ രണ്ട് ടേമുകളുണ്ട്. ഒന്നാണ് കൺസ്ട്രെയിൻഡ് ഫോഴ്സസും അപ്ലൈഡ് ഫോഴ്സസും. കൺസ്ട്രെയിൻഡ് ഫോഴ്സസ്, അപ്ലൈഡ് ഫോഴ്സസ്. അപ്ലൈഡ് ഫോഴ്സസ് എന്താന്നുള്ള ടേം തന്നെയുണ്ട്. ഒരു സിസ്റ്റത്തിന്റെ മേലെ എക്സ്റ്റേണലി വെൻ യു അപ്ലൈ എ ലോഡ് ഓർ എ സെറ്റ് ഓഫ് ഫോഴ്സ്, ദോസ് ഫോഴ്സ് ആർ നോൺ ആസ് അപ്ലൈഡ് ഫോഴ്സസ്. നിങ്ങളൊരു ചെയറിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ബിക്കംസ് ദി അപ്ലൈഡ് ലോഡ് വെൻ ദ ചെയർ ഈസ് അവർ സിസ്റ്റം. ബട്ട് ആ ചെയറിൽ കുറെ നട്ട്സും ബോൾട്ട്സ് എല്ലാം ഉണ്ട് വിചാരിക്കുക. എ ചെയർ ഈസ് മേഡ് അപ്പ് ഓഫ് certain number of links. So the action and reaction forces which constrain the connected bodies in that mechanism or system is known as constrained force. മനസ്സിലാവുന്നുണ്ടോ? See, consider this to be a turning pair. ഇതൊരു ടേണിംഗ് പെയർ ആയിരിക്കും. ഇതിനിങ്ങോട്ട് മോഷൻ ഉണ്ട്, അങ്ങോട്ട് മോഷൻ ആയിരിക്കും. ഐ എം അപ്ലൈയിങ് എ പർട്ടിക്കുലർ ലോഡ്. എവിടെയെങ്കിലും ഞാനൊരു ലോഡ്, ഇവിടെ ഒരു certain ന്യൂട്ടൺ ലോഡ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഈ certain ന്യൂട്ടൺ ലോഡ് അപ്ലൈ ചെയ്ത് ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഈ ജോയിൻസിൽ ഇവിടെ ഇപ്പോൾ ഇഫ് ദിസ് ഇസ് എ സ്ക്രൂ പെയർ, ഇതൊരു ജോയിന്റിലുണ്ടെങ്കിൽ ഇതിന് എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങോട്ടൊരു ഫോഴ്സ്, ഒരു റിയാക്ഷൻ വരൂല്ലേ? ഡെഫിനറ്റ്ലി ഒരു റിയാക്ഷൻ വരൂല്ലേ? ദ ഫോഴ്സ് വിൽ ഓവർകം ദ റിയാക്ഷൻ, ബട്ട് ഈവൻ ദോ ദിസ് വിൽ ഡെഫിനറ്റ്ലി ജനറേറ്റ് എ റിയാക്ഷൻ ഫോഴ്സ്. ആ റിയാക്ഷൻ ഫോഴ്സസ് ഈസ് ജനറേറ്റഡ് ബിക്കോസ് ഇതും ഇതും ഇവിടെ ഈ സ്പേസിൽ കണക്റ്റഡ് ആണ് അല്ലേ? ബിക്കോസ് ദേ ആർ ഹാവിങ് കൺസ്ട്രെയിൻഡ് മോഷൻ. ഈ റിയാക്ഷൻ ഫോഴ്സസിനെയാണ് നമ്മൾ എന്താ പറയുക, കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ബട്ട് ഇത് എക്സ്റ്റേണലി അപ്ലൈഡ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇത്. അതിനെയാണ് നമ്മൾ എന്താ പറയുക, അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഗുഡ്, ഓക്കെ. അപ്പോൾ എന്താണ് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്നുള്ളത് വ്യക്തമാണ്. when we ignore the inertia forces generated when a body is moving or when a body is applied upon by external loads. ആ എക്സ്റ്റേണൽ ലോഡ്സിൽ കുറച്ച് സ്റ്റാറ്റിക് കണ്ടീഷൻസ് മാത്രമാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. then we ignore the inertia forces. Such kind of analysis can be considered as static force analysis.
Now, whether it be static force analysis or its counterpart, which should be obviously dynamic force analysis, both type of force analysis always involves the two kind of forces which I explained just now: constraint forces and applied forces. Now you have an idea about what a constraint force, what an applied force are. ഇതും ഒരു ധാരണയുണ്ട്. ഓക്കെ, ഇനി ഈ സ്റ്റാറ്റിക് ഫോഴ്സ്, ഡൈനാമിക് ഫോഴ്സ് എന്നെല്ലാം പറയുന്നതിൽ ഒരു ടേം ഉണ്ട്, സ്റ്റാറ്റിക്കും ഡൈനാമിക്. അതുമായി റിലേറ്റ് ചെയ്തിട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് പർട്ടിക്കുലർ ടെർമിനോളജി, സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. എന്താണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം? പറ. ഇത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നില്ല, ഒരുപാട് സബ്ജക്റ്റിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ടെൽ മീ വാട്ട് ഈസ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. Force acting on the body. കേൾക്കുന്നില്ലടാ. Force acting on the body. അല്ലല്ല, ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി അല്ല സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. Load remain constant. അതല്ല. നെറ്റ് ഫോഴ്സ് സീറോ. ഗുഡ്. നെറ്റ് ഫോഴ്സ് സീറോ ആയിരിക്കും. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷന്റെ നെറ്റ് ഫോഴ്സ് സീറോ ആയിരിക്കണം, ഡെഫിനറ്റ്ലി ആയിരിക്കണം. പിന്നെ പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്, ബട്ട് ദാറ്റ് ഈസ് ക്യാരക്ടർ. ഒരു മിനിറ്റ്. ആ ആ ആ ആ ഞാൻ വെക്കാം. എടാ ഒന്ന് ആലോചിക്ക്, ഒറ്റ സെക്കൻഡേ, ഞാനൊന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ടേ. ഓക്കെ, സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു കണ്ടീഷൻ കറക്റ്റ് ആണ്. അതായത് ഫോർ എനി സിസ്റ്റം ടു ബി ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ടോട്ടൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ഷുഡ് ബി സീറോ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അതിനെ നമ്മൾ ജനറലി സിഗ്നിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്: സിഗ്മ എഫ് ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയും നമ്മൾ. അത് കറക്റ്റ് ആണ്, ഓക്കെ. ബട്ട് എന്താണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം? വാട്ട് ഈസ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം? സി, ഇത് ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ കേൾക്കുന്ന ടേമാണ് ഈ സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. എടാ കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത്? ഹലോ. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ, സി, എ ബോഡി is said to be in static equilibrium only when it stays or continues to be in its whatever state it may be, it continues to be in that state. അതായത് if the body is in rest, it continues to be in rest.
If the body is in motion, it continues to be in motion. ഇതാണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എന്നല്ല അർത്ഥം, കോൺസ്റ്റന്റ്. സോ ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ എത്ര അപ്ലൈഡ് ഫോഴ്സസ് അതിനെ ആക്ട് ചെയ്താലും ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ബി ഇൻ റെസ്റ്റ്. ബോഡി മോഷനിലാണെങ്കിൽ സെയിം, ഇറ്റ് ഷുഡ് കണ്ടിന്യൂ ടു ബി ഇൻ മോഷൻ. ദിസ് ഈസ് വാട്ട് ഈസ് ബേസ്ഡ് അപ്പോൺ ദി ഫസ്റ്റ് ലോ ഓഫ് ന്യൂട്ടൺസ് മോഷൻ. ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, ഫസ്റ്റ് ലോ ഓഫ് മോഷന്റെ ഫണ്ടമെന്റൽ അടിസ്ഥാനമാണിത്. സോ ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ എ ബോഡി ടു ബി ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, ദ വെക്ടർ സം ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി ഷുഡ് ബി ഡെഫിനറ്റ്ലി സീറോ. കാരണം അങ്ങനെ ആയാൽ മാത്രമേ അത് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിലും മോഷനിലാണെങ്കിൽ മോഷനിലും കണ്ടിന്യൂ ചെയ്യും. Apart from being the vector sum of forces equal to zero, ഒരു കണ്ടീഷനും കൂടിയുണ്ട്. The vector sum of all the moments about any arbitrary point on the body should also be equal to zero. അതായത് if you consider moment, ഞാൻ മൊമെന്റിന്റെ ടോർക്ക് എന്നുള്ള രീതിയിൽ എഴുതിയാൽ t should also be equal to zero. Summation of all t should also be equal to zero. അല്ലെ? ഇതിനെ നമ്മൾ കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് എഴുതുന്നതാണ് എങ്ങനെ? സിഗ്മ എഫ് എക്സ്, ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് കൺസിഡർ ചെയ്താൽ എഫ് എക്സ് ഈക്വൽ ടു സീറോ, സിഗ്മ എഫ് വൈ ഈക്വൽ ടു സീറോ, ആൻഡ് മൊമെന്റിന്റെ കേസിൽ ഒരു സെപ്പറേറ്റ് ആർബിട്രറി പോയിന്റ് ആണ്. സോ ടി സെഡ് ഈക്വൽ ടു സീറോ. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. ക്ലിയർ അല്ലേ? ഇത് പണ്ടേ പഠിച്ച കാര്യമല്ലേ ഇത്? അല്ലേ? ഓക്കെ. So static force analysis ne patti when we discuss about static force analysis, fundamentally നമ്മൾ ഇനി ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, നമ്മളെ സിലബസിലേക്ക് വരാം. ഈ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസിന്റെ കണ്ടീഷനിലെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത്, യു വിൽ ബി ഗിവൺ ഒരു 4 bar മെക്കാനിസം ഇതേപോലെ വരും. ഓക്കെ, അല്ലെങ്കിൽ യു വിൽ ബി ഗിവൺ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. ഈ ഫിഗേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഒരുപാട് ചെയ്തു. ഇതിൽ ചിലപ്പോൾ എക്സ്റ്റേണലി നിങ്ങൾ ഒരു ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവും, ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും, ഇൻ അഡീഷൻ ടു ദാറ്റ് ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും, ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ എല്ലാത്തിലും ആക്ട് ചെയ്യുന്നുണ്ടാവും, ഇവിടെ ഒരു ഇത് മൂവ് ചെയ്യുമ്പോൾ ഒരു ഡെഫിനറ്റ്ലി ഒരു ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് നിങ്ങളോട് പറയുന്നത്, ഇങ്ങനെ ഒരു ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് കൗണ്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ടോർക്ക് ഉണ്ടാവണം. ഡെഫിനറ്റ്ലി എവറി ആക്ഷൻ ഹാസ് ഇറ്റ്സ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണല്ലോ. സോ ഡെഫിനറ്റ്ലി ഒരു ടോർക്ക് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കൗണ്ടർ ടോർക്ക് ജനറേറ്റ്, അതെങ്ങനെ ജനറേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് I'll tell you the concept. You will be asked to calculate this one. So when you have to calculate this one, you will have to do the force analysis of this whole system, because in every link there are applied forces. In the given example, ഈ എക്സാമ്പിളിലാണെങ്കിൽ in link number 4, in link number 3, you have applied forces. So definitely they will generate a torque here, and on the link number 2 there will be a torque, and for that torque there will be a resisting torque also. Apart resisting torque undengil, you have to definitely find out that resisting torque. Now you can arrive at all these solutions by doing, or by completely doing the force analysis of these given systems. അങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും you cannot arrive at the final answer. So ഇതാണ് fundamentally the questions that you are going to, the numerical questions that you will be exposed to, you will have to encounter. So if you have to solve, let us split out the static force analysis into certain sets of conditions. Okay, I'll explain the conditions now. What you have to do is you have to simply understand that one first, and just follow those in all the numericals that come your way. So ഇതിനൊക്കെ അടിസ്ഥാനം static equilibrium ആണ്. See, every body or every component or system that is given to us for doing the static force analysis. So the initial step is simply to assume that that body is always in static equilibrium. ഒരു ബോഡി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ആ ബോഡിയിൽ എത്ര കോമ്പണൻസ് ഉണ്ടോ ഓരോ കോമ്പണന്റ് ഇൻഡിവിജ്വലി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ദിസ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ദാറ്റ് വി വിൽ ബി ഫോളോയിങ്. സോ അങ്ങനെയാണെങ്കിൽ ദിസ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ വി വിൽ ബി സ്പ്ലിറ്റിംഗ് അപ്പ് ഇൻടു 2. അതിൽ ഫസ്റ്റ് വൺ, equilibrium of ഒരു 2
ഫോഴ്സ് മെമ്പർ. 2 ഫോഴ്സ് മെമ്പർ ഉണ്ട്, 3 ഫോഴ്സ് മെമ്പർ ഉണ്ട്. ഞാൻ ആദ്യം 2 ഫോഴ്സ് മെമ്പർ പറയും. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഓഫ് എ 2 ഫോഴ്സ് മെമ്പർ. ഇതെങ്ങനെ വരുവാന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ബോഡിയിൽ 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ how can we arrive at the static equilibrium condition, or what are the conditions or mathematical expressions or whatever the corollaries that we have to come up with from that particular system of forces. അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. So initially consider a member with 2 forces acting on it. Consider this to be a machine component or element ആണ് വിചാരിക്കുക. Where I am marking a point A. I am marking a point B here. ഇവിടെ ഒരു point B മാർക്ക് ചെയ്യുന്നു. Two forces F1 and F2 are acting on that body. Now, this particular body inside which we have shown 2 points A and B. For this body to be in static equilibrium, when 2 forces are acting on it, it will be in static equilibrium only if the 2 forces are having same magnitude. അതായത് magnitude of F1 should be equal to magnitude of F2. ഒന്ന്. രണ്ടാമത്തത്, the forces always act along the same line. അതായത് ഈ രണ്ട് ഫോഴ്സിന്റെയും ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആയിരിക്കണം. ഒരേ ലൈനിലൂടെ ആയിരിക്കണം രണ്ടും ആക്ട് ചെയ്യുന്നത്. ലൈൻ ഓഫ് ആക്ഷൻ ഷുഡ് ബി സെയിം. For both forces, the line of action should be same. And one more condition, both the forces should be in opposite direction. രണ്ട് ഫോഴ്സസും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. അതായത് F1 should be equal to F2 direction. If these 3 cases are satisfied, you can say that the body which is acted upon by the 2 forces F1 and F2 is in static equilibrium. അത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നിങ്ങൾക്ക് പറയാം. ഒരു സെക്കൻഡ്. Okay, so a body which is acted upon by 2 forces, it is said to be in static equilibrium if the 2 forces are equal in magnitude. The 2 forces are having same line of action or act in the same line, and two forces should be in opposite direction. ഇത് മൂന്നും satisfied ആണെങ്കിൽ the body is said to be in static equilibrium. Okay. അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ഓഫ് എ 3 ഫോഴ്സ് മെമ്പർ ആണ്.
a body on which I have marked 3 points A, B, C. ഈ 3 പോയിന്റിലും let's assume 3 forces are acting. Okay, now a member which is under the action of 3 forces, it will be always in equilibrium only if the resultant of the forces is 0. ഒന്ന്. രണ്ടാമത്തത്, the line of action of all the forces intersect at a single point. അതായത് ഇത് മൂന്ന് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഈ ബോഡി ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇതിൻ്റെ എല്ലാം ലൈൻ ഓഫ് ആക്ഷൻ, ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെയാണ്, ഇതിൻ്റെ ഇങ്ങനെയാണ്, ഇതിൻ്റെ ഇങ്ങനെയാണ്. They should be intersecting at a single point. ഈ പോയിന്റ്, let me mark it as O. This O is known as point of concurrency. അതായത് ഞാൻ അസ്യൂം ചെയ്യുന്നു ഈ ബോഡി 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഈ ബോഡി ഇക്വിലിബ്രിയത്തിലാണ് എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോഴ്സസ് എപ്പോഴും ആക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒന്ന്, 3 ഫോഴ്സും കൂടി ഇന്റർസെക്ട് ചെയ്യുന്നത്, അതായത് 3ന്റെ ലൈൻ ഓഫ് ആക്ഷനും എക്സ്റ്റെൻഡ് ചെയ്താൽ അത് 3ഉം പോയിട്ട് ഒരു സിംഗിൾ പോയിന്റിലേക്ക് അത് ജോയിൻ ചെയ്യണം. കൺകറന്റ് ആയിരിക്കണം 3 ഫോഴ്സും. കൺകറൻസി, ആ പോയിന്റിനെ പറഞ്ഞാണ് പോയിന്റ് ഓഫ് കൺകറൻസി. രണ്ടാമത്തത്, ഇതൊരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ദർ ഷുഡിൻ ബി എനി റിസൾട്ടന്റ്. 3 ഫോഴ്സിനും കൂടി റിസൾട്ടന്റ് ഉണ്ടാവാൻ പാടില്ല. റിസൾട്ടന്റ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നോക്കോ, if I can separate these forces as vectors, ഞാൻ F3 ഇങ്ങനെ കാണിച്ചു വിചാരിക്കാം. ഈ F3ക്ക് പാരലായിട്ട് ഞാൻ ഇങ്ങനെ F3 വരച്ചു. You have F2. ഓക്കെ, F1 ഉണ്ട്. ഈ F1ന് പാരലായിട്ട് ഞാൻ ഇങ്ങനെ F1 വരച്ചു. F2ന് പാരലായിട്ട് ഇങ്ങനെ F2 വരച്ചാൽ ഇത് 3 ഇങ്ങനെ ആയിരിക്കണം ഫോഴ്സ് വെക്ടർ ഉണ്ടാവേണ്ടത്. അതായത് F3, F1, F2. All the 3 should have the head to tail relationship. Closed ആയിരിക്കണം. This triangle should be closed with a head to tail relationship. എന്നാൽ മാത്രമേ അവിടെ റിസൾട്ടന്റ് 0 എന്ന് പറയാൻ പറ്റൂ. റിസൾട്ടന്റ് ഈക്വൽ ടു 0, നോ റിസൾട്ടന്റ്. മനസ്സിലാവുന്നുണ്ടോ? ഇതേ ഹെഡ് ടു ടെയിൽ റിലേഷൻഷിപ്പ് ഞാൻ ഇതേ രീതിയിൽ കാണിക്കണമെന്നൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ F2 ഇങ്ങനെ കാണിച്ചു, ഇതിന് പാരലായിട്ട്. F1ന് പാരലായിട്ട് ഇതാ അതിങ്ങനെയും കാണിച്ചു. അടുത്ത F3 ഇങ്ങനെ വരും. Still they are having head to tail relationship. ഈ കണ്ടീഷനിൽ എന്താണ്? റിസൾട്ടന്റ് ഈസ് 0. Resultant is 0. Okay, so for a 3 force member to be in equilibrium, രണ്ട് കണ്ടീഷൻ ആണ്. ഒന്നെന്താണ്? The resultant of all the 3 forces should be 0. Second one, the line of actions of all the 3 forces should meet at a common point which is known as point of concurrency. അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞാൽ 3 ഫോഴ്സസും കൺകറന്റ് ഫോഴ്സസ് ആയിരിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? 2 ഫോഴ്സ് മെമ്പർ എന്താന്ന് മനസ്സിലായി, 3 ഫോഴ്സ് മെമ്പർ എന്താന്ന് മനസ്സിലായി. ഇനി ഒരു കാറ്റഗറൈസേഷൻ കൂടി പഠിക്കാനുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ a member with 2 forces and a torque.
ഒരു മെമ്പറിൽ രണ്ട് ഫോഴ്സസും ഒരു ടോർക്കും ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് കണ്ടീഷൻ ഉള്ളത്? ഇതൊരു ലിങ്കാണെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ വേറെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ മുന്നിൽ ഒരു ടോർക്ക് ഉണ്ട് വിചാരിക്കാം. നൗ ഇങ്ങനൊരു ലിങ്കിൽ ഇഫ് ദിസ് ലിങ്ക് ഹാസ് ടു ബി ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, ഈ ഫോഴ്സസിൻ്റെ എല്ലാം ഈ രീതികൾ മാറണം. അതെങ്ങനെയാണ് മാറേണ്ടതെന്ന് പറഞ്ഞാൽ, ഇഫ് a link which is acted upon by two forces and a torque is said to be in static equilibrium, then the two forces should be parallel to each other. That is, ഇത് F1, ഇത് F2. Second, the two forces should be in opposite directions. രണ്ട് ഫോഴ്സും നോക്കിയാൽ പാരലൽ ആണ്, രണ്ട് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. That means the two forces are equal in magnitude, parallel in direction and opposite in sense. അതായത് രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അതായത് ഇത് 10 ന്യൂട്ടൺ ആണെങ്കിൽ മറ്റേതും 10 ന്യൂട്ടൺ. ഓക്കെ, രണ്ടിന്റെ ലൈൻ ഓഫ് ആക്ഷൻ പാരലൽ ആണ്, സെൻസ് ഓപ്പോസിറ്റും ആണ്. അതൊരു കണ്ടീഷൻ. സെക്കൻഡ്, these two forces form a couple which is equal and opposite to the applied torque. അതായത് ഇവിടെ ഒരു കപ്പിൾ ജനറേറ്റ് ആവും. ഈ കപ്പിൾ എന്തായിരിക്കും? ദിസ് ഷുഡ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദി അപ്ലൈഡ് ടോർക്ക്. സോ ഈ ടി എന്ന് പറഞ്ഞ സാധനം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ലിങ്കിന്റെ മേലെ ഞാൻ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ഒരു ടോർക്കാണ് ടി എന്ന് വിചാരിക്കും. ഇത് ലിങ്കിലേക്ക് അപ്ലൈ ചെയ്യുന്ന അപ്ലൈഡ് ടോർക്ക് ടി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അപ്ലൈഡ് ടോർക്ക് ടി ഷുഡ് ബി ഈക്വൽ ടു the couple which is formed by the two forces F1 and F2. F1 F2 ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കപ്പിൾ ആയിരിക്കണം ഈ അപ്ലൈഡ് ടോർക്ക് ടീനെ എതിർക്കുന്ന കപ്പിൾ. സോ ദിസ് അപ്ലൈഡ് ടോർക്ക് ടി ഷുഡ് ബി ഈക്വൽ ടു ദ കപ്പിൾ, ദ വാല്യൂ ഓഫ് ദ കപ്പിൾ ഫോംഡ് ബൈ ദ ടു ഫോഴ്സസ്. ആ വാല്യൂ ഓഫ് ദ കപ്പിൾ ഫോംഡ് ബൈ ദ ടു ഫോഴ്സസ് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, ദാറ്റ് വിൽ ബി, എപ്പോഴും കപ്പിൾ എന്ന് പറഞ്ഞാൽ മൊമെന്റ്, ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതല്ലേ. അപ്പൊ F1 ആണ് നമ്മൾ ഫോഴ്സ് എടുക്കുന്നതെങ്കിൽ ഈ F1 ഉം F2ന്റെ ഇടയിൽ, ഇപ്പൊ ഇതിപ്പോ ഞാൻ വരച്ചത് പാരലൽ ആയിട്ടാണ്. സോ F1ന്റെയും F2ന്റെ ഇടയിൽ ഒരു പാരലൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസിന് ഞാൻ തൽക്കാലം H എന്ന് മാർക്ക് ചെയ്യുന്നു. സോ ദിസ് അപ്ലൈഡ് ടോർക്ക് ടി, ഈ എക്സ്റ്റേണലി അപ്ലൈഡ് ടോർക്ക് ടി ഈസ് ഈക്വൽ ടു ദി കപ്പിൾ ജനറേറ്റഡ് ബൈ ദി ഫോഴ്സസ് F1 ആൻഡ് F2. ആ കപ്പിൾ എന്താന്ന് പറഞ്ഞാൽ ഒന്നിക്കിൽ F1 ഇൻറ്റു H അല്ലെങ്കിൽ F2 ഇൻറ്റു H. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Okay, so a member which is acted upon by two forces and a torque, such a member to be in equilibrium, two conditions are to be satisfied. First one, the two forces should be equal in magnitude, parallel in line of action and opposite in sense. First condition. Second one, the two forces form a couple which is equal to the applied torque on the link. So if capital T is the externally applied torque, that should be equal to the couple formed by the forces. Force ഉണ്ടാക്കുന്ന couple എന്താ? ഒന്നെങ്കിൽ F1 into H അല്ലെങ്കിൽ F2 into H. What is H? H is the perpendicular distance between the two forces. Is this clear? Yes, sir. Okay, 11:20 വരെയാണോ ക്ലാസ് നിങ്ങൾക്ക്? Sir. ഓക്കെ, എന്നാൽ വിൽ സ്റ്റോപ്പ് ഇറ്റ് നൗ. ഞാൻ അറ്റൻഡൻസ് എടുക്കട്ടെ. ഓലാരും